ഇത് നമ്മുടെ നാരങ്ങ, ഈന്തപ്പഴം, ബീട്രൂട്ട് അച്ചാറാണ്. എല്ലാ പ്രാവശ്യവും അച്ചാറിടുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ പുളിയുള്ളതായിരിക്കുമല്ലോ, ഒന്നെങ്കിൽ നാരങ്ങ സെപ്പറേറ്റ് ഇടുന്നു, അല്ലെങ്കിൽ മാങ്ങ ഇടുമ്പോൾ ഒക്കെ കുറച്ച് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വയറിന് അസിഡിറ്റിയും കുഞ്ഞുങ്ങൾക്കായാലും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാകും. ചോറിൻ്റെ കൂടെ ആയാലും ബിരിയാണിയുടെ കൂടെ ആയാലും എല്ലാത്തിൻ്റെയും കൂടെയും പറ്റിയ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 നാരങ്ങ, ചെറിയ നാരങ്ങ, അതിൽ പച്ച കളറും ഉണ്ട് മഞ്ഞയുമുണ്ട്. അത് ആവിയിൽ പുഴുങ്ങിയെടുത്ത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-30 ഈന്തപ്പഴം അത് ചെറുതായിട്ട് കട്ട് ചെയ്തു. ലയൺ ഡേറ്റ്സിൻ്റെ എടുത്തേക്ക് നല്ല മധുരമുള്ളതാണ്. പിന്നെ അതുകൂടാതെ ബീട്രൂട്ട്, ഒരു വലിയ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ബീട്രൂട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 1-2 കൂടെ വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ കടുപ്പിറക്കാനായിട്ട് പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് നല്ലെണ്ണയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതേപോലെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം, കറിവേപ്പിലയും. പിന്നെ നല്ലെണ്ണയിൽ കടുക് വറുത്ത് താളിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഈന്തപ്പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മളിവനെ ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. കാരണം ഇതൊന്ന് കുക്കാവണം. ആ മധുരം നമുക്ക് പെട്ടെന്ന് തന്നെ അച്ചാറിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടും ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നീട് നമ്മൾ പൊടിവകകൾ ചേർക്കുക. എരിവ് ആവശ്യം വേണ്ടുന്നവർ, കാരണം കുട്ടികൾക്കൂടെ കൊടുക്കുന്നതായതുകൊണ്ട് നമ്മളിവിടെ കുറച്ചാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ എരിവ് ആവശ്യമുള്ളവർ എരിവുള്ള മുളക് പൊടി കൂടെ ചേർക്കാം. നമ്മളിവിടെ പിരിയമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. പിരിയമുളക് പൊടിയും പിന്നെ നമ്മൾ ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ കായപ്പൊടിയെക്കാട്ടിലും എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് കായം നമ്മൾ നല്ലെണ്ണയിൽ വറുത്തിട്ട് ആറി കഴിയുമ്പോൾ പൊടിച്ചെടുക്കുക. അതിനാണ് ഫ്ലേവർ കുറച്ചുകൂടെ കൂടുതൽ. പിന്നെ നമ്മുടെ കയ്യിൽ കായപ്പൊടി ഇരിപ്പുള്ളതുകൊണ്ട് നമുക്ക് ചീത്തയാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളത് ചേർത്തു. അപ്പോൾ ഈ പൊടിവകയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ പുഴുങ്ങി വെച്ചിട്ടുള്ള നാരങ്ങ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കുഴഞ്ഞ് ഉടച്ചെടുക്കണം എന്നല്ല, നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ എല്ലാ അരപ്പും ആ നാരങ്ങയുടെ എല്ലാ ഭാഗത്തും ചേരുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വെച്ചേക്കണം. പിറ്റേ ദിവസം ഞാനൊരു വൈകുന്നേരം ആയപ്പോഴാണ് അത് കുപ്പിയിലേക്ക് മാറ്റുന്നത്. എന്നിട്ട് പിന്നെ ഒരു ദിവസം കൂടെ വെച്ചിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാ ടേസ്റ്റും ബാലൻസ് ആകും. നല്ല ടേസ്റ്റുമാണ്. ബിരിയാണിയുടെ കൂടെ ആയാലും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും അടിപൊളിയാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊടുത്തു വിടാം. കാരണം എന്നും അച്ചാർ കൊടുത്തു വിടുമ്പോൾ അവർക്ക് അസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കുട്ടികൾക്കെന്ന് അച്ചാർ മസ്റ്റുമാണ്. അപ്പോൾ ഇങ്ങനത്തെ അച്ചാർ കൊടുത്തു വിടുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. പിന്നെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. നാരങ്ങയുടെ ഗുണം അറിയാമല്ലോ, വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. പിന്നെ ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ നൈട്രേറ്റ് കൂടുതലാണ് അതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് ബീട്രൂട്ട് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ രക്തം വീഴുന്നതിനും അത് വളരെ നല്ലതാണ്. പിന്നെ ഈന്തപ്പഴം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എനർജി തരും. അതിനപ്പുറത്തേക്കായിട്ട് അതിൽ ഇരുമ്പിൻ്റെ അംശം ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇനി കാണുന്നവരേക്കും ബൈ ബൈ.